42 പേരാണ് ഈ ഒരു ഇൻഷുറൻസ് വന്നതിന് ശേഷം മരിച്ചില്ല. അതിൽ ആക്സിഡന്റ് ഡെത്ത് ഉണ്ടായത് ശ്രീ സുജാതന് മാത്രമാണ്. അപ്പോ അല്ലേ, ബാക്കിയെല്ലാം 3 ആക്സിഡന്റ് ഡെത്തും ഉണ്ട്. ആക്സിഡന്റ് ഡെത്ത് വന്നവർക്കെല്ലാം 1 കോടി രൂപ കിട്ടും. പിന്നെ ഇവിടെയുള്ള ഗുണം വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്ക്, ഒന്ന് ആദിത്യനും ആര്യയും അല്ലേ, മോളെ ഡിഗ്രിക്ക് പഠിക്കുന്നു, മോനെ +2 പഠിക്കുന്നു. ഇവർ 2 പേർക്കും പഠിക്കാൻ 5 ലക്ഷം രൂപ വെച്ച് കിട്ടും. ഈ മകളെ കല്യാണം കഴിപ്പിക്കാൻ ഈ ഇൻഷുറൻസ് പ്രകാരം ഈ 1 കോടി രൂപ 5 ലക്ഷം രൂപ കിട്ടും. 2 പെൺമക്കളാണെങ്കിൽ 5 10 രൂപ കിട്ടും. ഇതെല്ലാം ഈ കുടുംബത്തിന് കിട്ടും. 1 കോടി രൂപ ഈ സാധാരണക്കാരെ ഒരു ജീവനക്കാരൻ, ഞാൻ നിങ്ങൾ KSRTC ജീവനക്കാരും ഉദ്യോഗസ്ഥരുമുണ്ട്, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാൽ 1 കോടി രൂപ കിട്ടും. ഈ ഡ്രൈവറെ കുടുംബത്തിന് വേർപെട്ടു പോയെങ്കിലും ആ കുടുംബത്തിന് ഇനി സുരക്ഷിതമായി ജീവിക്കാം. ഈ പണം നിങ്ങൾ വളരെ സൂക്ഷിച്ച് ചെലവാണ്. ഇനി ഇൻകം ടാക്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നു. ലോട്ടറി അടിച്ചാൽ 36% ഇൻകം ടാക്സ് കൊണ്ടുപോകും. ഇത് ഇൻഷുറൻസ് അല്ല. ഇൻഷുറൻസ് കിട്ടിയത് കൊണ്ട് ഇതിന് ഇൻകം ടാക്സ് ഇല്ല. ഈ 1 കോടി രൂപയും ഈ സഹോദരിയുടെ കയ്യിലിരിക്കും. നാട്ടുകാരുടെ അടുത്ത് കൂടും, ബന്ധുക്കളുടെ അടുത്ത് കൂടും. കൊടുക്കരുത്. നമുക്കൊരു കാറ് വാങ്ങിക്കാം, വീടൊന്ന് പണിയാം എന്നൊക്കെ പറഞ്ഞു വരും. ഇച്ചിരി കടന്താ, നിനക്ക് ഇരിക്കുമില്ല, എനിക്കെന്തിനാ, ഞാനങ്ങ് ഒരാൾക്കും കടം കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങൾ ഈ 2 മക്കൾക്കും അല്ലാതെ ഒരാൾക്ക് ഇതിന് 5 പൈസ കൊടുക്കരുതെന്ന് ദുഷ്ടത്തരമാണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. ഞാൻ പറയുന്നു, കൊടുക്കരുത്. കൊടുത്താൽ മണ്ടത്തരമാണ്. ഇത് നിങ്ങളെ കുടുംബത്തിന്റെ നാഥൻ നഷ്ടപ്പെട്ടതാണ്. ആ നഷ്ടപ്പെട്ട ആളിനെ ആത്മാവ് നൽകിയൊരു സഹായമായിട്ട് നിങ്ങൾ കാണും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് തന്നിട്ട് പോയ സ്വത്താണിത്. ആ സ്വത്ത് ഒരാൾക്കും, മക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ പഠിത്തത്തിനും നിങ്ങളുടെ കാര്യങ്ങൾക്കും അല്ലാതെ നിങ്ങൾ നല്ല വീട് വെച്ച് വൃത്തിയായിട്ട് താമസിച്ചോ, പക്ഷെ 1 പൈസ ബന്ധുക്കൾ ഇന്ന് മുതൽ വരും. സഹായം ചോദിച്ച ആൾക്കാരും, ലോട്ടറി അടിച്ചവൻ പേര് വെളി പറയാതെ തലയും തൊടിയിട്ട് നടക്കുന്ന നാടാണ് കേരളം. അതുകൊണ്ട് ഒരാളോടും പറയണ്ട. ഇത് ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ തന്നിട്ട് പോയതാണ് മക്കളെ. ഇതിൽ നിന്ന് 1 പൈസ ദുരുപയോഗം ചെയ്യരുത്. ഇതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം. നിങ്ങളുടെ ഈ മോള് പഠിക്കണം, 2 പിള്ളേരും പഠിച്ച് മിടുക്കരാവണം, വിവാഹം കഴിപ്പിച്ചു വിടണം, എല്ലാം നമുക്ക് ചെയ്യണം. അതുകൊണ്ട് വളരെ ഞാൻ എന്റെ സഹോദരിയോട് ഞാൻ പറയുകയാണ്, ആര് വന്ന് നിർബന്ധിച്ചാൽ, നിങ്ങൾ എന്റെ പേര് പറഞ്ഞു, ആ മന്ത്രി പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു, ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ശാപം ഞാൻ ഏറ്റുവാങ്ങിക്കോളാം, നിങ്ങൾ ഏറ്റുവാങ്ങണ്ട. അവർ ശപിച്ചിട്ട് പോയാലും ഞാൻ എടുത്തോളാം, നിങ്ങൾ പേടിക്കണ്ട. ഏതാ അതിനെ ശപിച്ചു കളി, നിനക്കില്ലോടി, നിനക്കെന്തിനാടി ഇത്രയും പൈസ നൽകും? വേണം. മനുഷ്യനാണ്. നിങ്ങളുടെ ഭർത്താവ് വളരെ അകാലത്തിൽ നമ്മളെ പിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹം തന്നിട്ട് പോയ ഒരു സമ്പാദ്യം, ജീവിത സമ്പാദ്യമായി നിങ്ങൾ തന്നെ കാണണം. ഞാൻ വളരെ പ്രായോഗികമായിട്ട് പറയുന്ന ആളാണ്. സ്നേഹമൊക്കെ ശരിയാ, നമ്മൾ ചാരിറ്റിയൊക്കെ ചെയ്യണം. നിങ്ങൾ ചാരിറ്റി ചെയ്യാൻ പറ്റിയ പരുവത്തിലല്ല, നിങ്ങൾക്ക് തന്നതാണ് ദൈവം. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, നന്നായി പഠിക്കുക, നല്ല മിടുക്കരായി വരിക കുഞ്ഞുങ്ങൾ. ഇത് ആർക്കും ഇങ്ങനെ അപകടം വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ 3 പേര് കൂടി മരിച്ചിട്ടുണ്ട്, അവർക്കും ഇത് കിട്ടും. ബാക്കി 43 പേരിൽ 40 പേർക്ക് 6 ലക്ഷം രൂപ